വലിയുഞ്ഞേ, ചായ. ചായ ഇതുവരെ വന്നില്ലല്ലോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. താങ്ക്സ്. ഒരു മിനിറ്റ്. ഒരു ചെറിയ ഉപകാരം ചെയ്യണമായിരുന്നു. സമയം കാണുമോ ഒന്ന് സഹായിക്കാൻ? എൻ്റെ ബ്രദർ ഇന്നലെ മുതൽ ഒരു കുടികാര കക്ഷിയായെന്നാ തോന്നുന്നതേ. സമയബന്ധിതമായ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് അയാളൊന്ന് രക്ഷിച്ചെടുക്കണമല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഓ സോറി, മുഖം കണ്ടിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വിശദീകരിക്കാം. താങ്കൾ ഈ ലോകത്തെ കുടിയന്മാരെല്ലാം നന്നാക്കി ജീവിതം കൊടുക്കാൻ നിൽക്കുന്ന ആളല്ലേ. താങ്കൾ കാരണമാണ് എൻ്റെ ബ്രോ ഇപ്പൊ കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നതേ. അദ്ദേഹത്തിനൊരു ജീവിതം ആര് കൊടുക്കും? താങ്കൾ വേണം അതിന് ഉത്തരം പറയാൻ. നീ അഖിലേച്ചിയോട് ഷോപ്പിങ്ങിന് പോകുന്ന കാര്യത്തിന് അനുവാദം ചോദിച്ചോ? ഓ അത് ശരി. അപ്പൊ പറഞ്ഞത് ചെയ്യാതെ നീ ഇവിടെ നിന്ന് മറ്റവളുമായിട്ട് കളിച്ചു ചിരിച്ച് നിൽക്കുകയാണല്ലേ? സമയമായി വരുന്നു. നീ പോയി ഷോപ്പിങ്ങിന് പോകട്ടെ എന്ന് പെർമിഷൻ വാങ്ങിക്കുന്നോ അതോ ഞാൻ പോയി അമ്പലത്തിൽ കണ്ട കാര്യമൊക്കെ ചേച്ചിയോട് വിശദമായി പറയണം? ഏതായാലും ഇപ്പൊ തീരുമാനിച്ചു. വേണ്ട വേണ്ട മാഡം, ഞാൻ ചെന്ന് അനുവാദം ചോദിക്കാം. ആ എന്നാ ചെല്ല്, പെട്ടെന്നാവട്ടെ. മാഡം. എന്തു പറ്റി കല്യാണി? അത് മാഡം, ഷോപ്പിങ്ങിന് പോവാൻ. ഷോപ്പിങ്ങോ? എന്ത് ഷോപ്പിംഗ്? ചോദിക്കാൻ. മാഡം അത് എന്നോട് ഷോപ്പിങ്ങിന് വരാമോന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? അത് പിന്നെ ഞാനാ ചോദിച്ചത് ആന്റിജി. നീ കല്യാണിയോടൊപ്പം പുറകിലിരുന്നോ? ഡ്രൈവർ വണ്ടി എടുക്ക്. വലിയ സ്പീഡൊന്നും വേണ്ട കേട്ടല്ലോ. ശരി സാർ. എന്താടാ നീ എന്തിനാ വണ്ടി നിർത്തിച്ചേ? വീട്ടിൽ ബോധം കെട്ട് വീണു. ചേച്ചി ഒന്ന് ഓടിവാ, എനിക്ക് പേടിയാവുന്നു. മോളെ, അലമാരക്കകത്തിരിക്കുന്ന മരുന്നിന്റെ കുറിപ്പടിയും പൈസ എടുത്ത് അനിയൻകുട്ടിനെ കൊടുക്ക. അവനത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരും. അവിടുത്തെ ആൾക്കറിയാം എനിക്കെന്താ അസുഖമെന്ന്. ശരി അച്ഛാ, വാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഗുളിക കഴിച്ചിട്ട് ഞാൻ തന്നെ വണ്ടി എടുക്കാം. അതില് നമുക്ക് ഷോപ്പിങ്ങിന് പോയാൽ പോരെ? എനിക്ക് ഇവിടുത്തെ കുറച്ച് കടകൾ പരിചയമുണ്ടേ. ദാസേട്ടൻ ഈ അവസ്ഥയിൽ കൂടെ വന്ന ശരിയാവില്ല. അത് പ്രശ്നമാവും. അതെ അതെ, അത് വലിയ പ്രശ്നമാവും. കല്യാണം ഒറ്റയ്ക്ക് വന്നാലേ പറ്റൂ. ഒറ്റയ്ക്കല്ല, ഇരട്ടയ്ക്കായാലും കല്യാണി വരില്ല എന്ന് പറഞ്ഞാ വരില്ല. ഇനിയും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ അഖില മാഡത്തിനോട് പറഞ്ഞോളാം. മാഡം പറയട്ടെ ഒരു തീരുമാനം. അയ്യോ അതൊട്ടും വേണ്ട. അതറിഞ്ഞാ പിന്നെ ഷോപ്പിങ്ങിന് പകരം ശ്മശാനത്തിലേക്കായിരിക്കും പോകേണ്ടി വരുന്നത്. നീ ഇന്നലെ പറഞ്ഞില്ലേ വിലാസിന് സംവിധാനം ചെയ്യുന്ന പടത്തിന് ഞാൻ കാണിയായിട്ട് വരാൻ? അതിനി നിനക്ക് തിരുത്താം. ഇത് കാലം മാറിയ കാലമാണ്. ഞങ്ങൾ കാണികൾ തീരുമാനിക്കും ആര് എങ്ങനത്തെ പടം പിടിക്കണോ. നിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ. സമയം കിട്ടുമ്പോൾ നീ തന്നെ ആ സംവിധാനക്കാരിയോട് നേരിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. ചന്ദ്രന്റെ ഉള്ളിലിരിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കാനുള്ളത് നിറച്ചു കൊടുത്താ പോരെ? അവന്റെ മോന്തായം കണ്ടാലറിയാം നല്ല കീറാന്ന്. അത് കറക്റ്റ്. അങ്ങനെയാണെങ്കിലേ ചന്ദ്രനായിട്ട് നമ്മളിന്ന് കൂടുന്നു. ചന്ദ്രന് വേണ്ടി ഒരുക്കുന്നൊരു മദ്യസൽക്കാരം. ഓക്കെ, എന്നാ പിന്നെ സുബ്ബണ്ണം വിട്ടോ. ഇവിടുത്തെ അറേഞ്ച്മെന്റ് ഞാൻ ഏറ്റു. ഓക്കെ. യെസ്.
കല്യാണി, ഇന്ന് നീയും ഞങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. തൃച്ചംബരം കുടുംബത്തിലെ ഒരു അംഗമായിട്ട്. കല്യാണി എന്ന് എങ്ങനെയും ബ്രോഡ് എടുത്തിരുത്തണം. അതിനു വേണ്ടിയിട്ടൊരു നമ്പർ ഇറക്കിയാലോ? കല്യാണി, അമ്മ പറഞ്ഞു കേട്ടില്ലേ? വാ, വന്ന് ചെറുക്കൻ്റെ അടുത്തിരുന്ന് കഴിക്കി. ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ കല്യാണി? വാ വന്നേ, വാ കല്യാണി, അമ്മ പറഞ്ഞു കേട്ടില്ലേ? വാ, ഇവിടെ ഇരുന്നേ. അങ്ങനെ ചന്ദ്രപ്രതാപ ഭാഗ്യവാനേ. അല്ല, പണ്ടേ ചിലരൊക്കെ ഇവിടെ ഒളിച്ചും പാത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലെ ശകുനിക്ക് രാമായണത്തിലെ മന്ദരയിൽ ജനിച്ചതാണ് ഞാനെന്ന്. ഈ വിലാസിനിക്ക് അതിലെ അഭിമാനേ ഉള്ളൂ. കാരണം നിങ്ങൾ മനസ്സിൽ കാണുമ്പോ വിലാസിനി അത് മാനത്ത് കാണുന്നുണ്ട്. അതാണ് തൃച്ചംബരത്ത് വിലാസിനിയുടെ കഴിവ്. അയ്യോ വേണ്ട വേണ്ടേ, ഞാനൊന്നും അറിഞ്ഞില്ലേ. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചപാവാണെന്നൊക്കെ വിളമ്പാനാണെങ്കിലേ അതങ്ങ് അഖിലാണ്ടേശ്വരിയുടെ ടേബിളിൽ ഇറക്കിയാ മതി. ആ ചീട്ട് ഇങ്ങോട്ടിടണ്ട. ആ ചീട്ടല്ല മാഡം, ഞാൻ അപ്പ കാണിച്ചത് അഭിനയം തന്നെയായിരുന്നു. അതിൽ ഈ ദാസന് ഒട്ടും കുറ്റബോധവും ഇല്ല. പെൺമക്കളുള്ള ഏതൊരച്ഛനും ജീവിതത്തിൽ ചില വേഷങ്ങൾ കെട്ടി അഭിനയിക്കേണ്ടി വരും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, മാഡം എന്ത് ഉദ്ദേശിച്ച ഈ രജിസ്റ്റർ മാരേജിനൊക്കെ തുനിഞ്ഞിറങ്ങുന്നേ? എന്റെ മോളെ കൊന്നിട്ട് അടങ്ങുമെന്നാണോ ഉദ്ദേശം? അതങ്ങനെ തന്നെയാണെന്നങ്ങ് ധരിച്ചോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഏതായാലും നാട് മുഴുവനുള്ള അമ്പലങ്ങളിൽ ഇങ്ങനെ കേറിയിറങ്ങി മൃതസഞ്ജീവിനി മന്ത്രം ജപിച്ചാലും മൃത്യുഞ്ജയ ഹോമം നടത്തിയാലും അവൾക്ക് ആയുസ് നീട്ടിക്കിട്ടാനൊന്നും പോകുന്നില്ല. അത് ഉറപ്പാ. അറിയാം. തൃച്ചംബരത്തെ ഇളയ മാഡം ആങ്ങളയുടെ മകനെ കൊണ്ട് എന്റെ മോളെ കല്യാണം ആലോചിച്ചപ്പോഴേ ഞാൻ സൂക്ഷിക്കണമായിരുന്നു. മുഴുകുടിയനെ ആ മരുമകനായി കിട്ടാൻ പോകുന്നതെന്ന്. ഓ, കുടിയുടെ കാര്യമൊന്നും പറയണ്ട. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ മോള് കാരണം കുടിയനായ കഥ തൃച്ചംബരത്തെ ദാസൻ അറിഞ്ഞില്ലേ? അപ്പോ അറിഞ്ഞേ. കൂട്ടത്തിൽ അറിഞ്ഞ മറ്റൊരു കാര്യം കൂടിയാ. അറിയല്ല, നേരിട്ട് കണ്ടു. തൃച്ചംബരത്തെ ഇളയ മാഡത്തിന്റെ അനന്തരവൻ വീട്ടുജോലിക്കാരി സുജാതയെ നടു റോഡിൽ വെച്ച് വറക്കുന്നു. അതിനാ നാട്ടുകാർ കൈവച്ചെന്ന് അഖിലാമ്മയുടെ അറിഞ്ഞിരുന്നെങ്കിലേ അനന്തരവൻ ഇതിനകം നാട് കടത്തിയേനെ. അത് കൊള്ളാം. മുംബൈക്കാരനായിട്ട് സിപിക്ക് അറിയില്ലേ, GS അടിച്ചാ പിന്നെ സിപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല. അത് മദ്യപന്മാരുടെ എത്തിക്സിന് തന്നെ എതിരാണ്. അറിയാ അരവിന്ദ് ഭായ്, പക്ഷെ ഇപ്പൊ കുടിക്കാതിരിക്കുന്ന എനിക്ക് നല്ലത്. പ്രത്യേകിച്ച് കല്യാണത്തിന് ഇനി അധിക സമയമില്ലല്ലോ, അതുകൊണ്ടാ. അടിക്ക് CP, ഒറ്റ വലിയ വലി എങ്കിലായിക്കളയാ. അടിക്ക് CP. ഇനിയിപ്പോ അടുത്തൊക്കെ ഞാൻ ഒഴിക്കാം. അരവിന്ദ് ഭായ് നല്ല കീറാണെന്ന് ആന്റി പറഞ്ഞറിയാം. CP, വെള്ളമൊഴിച്ച് കഴിക്ക്. ഈ പ്രേമ മുഹബത്ത് അതൊന്നും നമുക്ക് ശരിയാവില്ല ഭായ്. നമ്മുടെ ലൈൻ വേറെയാ. കെട്ടാ കൊണ്ടുപോവാ, കെട്ടാ കൊണ്ടുപോവാ, കെട്ടാ കൊണ്ടുപോവാ. ദൈവമേ, ഇത് എന്നെ ഭാര്യയാക്കാൻ വേണ്ടി വലിയ കെട്ടിയ താലിയല്ല. പക്ഷേ ഇത് ഊരി മാറ്റാൻ നോക്കുമ്പോഴൊക്കെ വലിയ ഓരോരോ ആപത്തുകൾ വരിക. ഒരിക്കൽ ഊരി മരത്തിലേക്കിട്ടതാ ഞാൻ ഈ താലി. അത് പക്ഷേ ഞാൻ പോലും അറിയാതെ തിരികെ കഴുത്തിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോ പേടിയാ എനിക്കിത് ഊരി മാറ്റാൻ. എന്റെ വലിയ കുഞ്ഞിന് ആപത്ത് വരുമെന്നുള്ള പേടി.
ഞാൻ കണ്ടു, കേൾക്കുകയും ചെയ്തു. ഇനി മുതൽ നിന്റെ മനസ്സിലുള്ളതും നീ കഴുത്തിലണിഞ്ഞിരിക്കുന്നതും എന്റെ മുന്നിൽ നിന്ന് മറയ്ക്കാൻ നോക്കണമെന്നില്ല. കഷ്ടം, എന്റെ താലി കഴുത്തിലണിഞ്ഞുകൊണ്ടാണല്ലോ നീ ഇത്രയും കാലം എന്റെ പ്രണയത്തെ എതിർത്തത്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നീ മനസ്സുകൊണ്ട് ഇത്രയും കാലം എന്റെ ഭാര്യയായിട്ട് ജീവിക്കായിരുന്നുവെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. ഏതായാലും എന്റെ ഭാര്യയുടെ കഴുത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരുത്തന്റെ താലി ഏറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കല്യാണി. നീ പറഞ്ഞതുപോലെ എന്നെയും നിന്നെയും ദൈവം ചേർത്ത് വെച്ചതാ ഈ താലിയിലൂടെ. ഓർമ്മയുണ്ടല്ലോ, ഈ താലി ഊരി മാറ്റാൻ നോക്കുമ്പോഴൊക്കെ എനിക്ക് ആപത്ത് വരുന്നുവെന്ന് നീ തന്നെ പറഞ്ഞത് അനുഭവത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ നാളെ അങ്ങനൊരു ആപത്ത് വരാതിരിക്കില്ല. ഒരു കാര്യം നിനക്ക് ഉറപ്പിക്കാം, ഈ താലിമാല ഊരി മാറ്റി മറ്റൊന്ന് നിന്റെ കഴുത്തിലണിഞ്ഞ എന്റെ കാര്യം അതോടെ മറക്കാൻ നിനക്ക്. മരിച്ചു മറക്കുന്ന മറവി. നിന്റെ തീരുമാനത്തിനും ദൈവനിശ്ചയത്തിനും ഇടയിൽ ഊഞ്ഞാലാടുന്നത് എന്റെ ജീവിതമാണ്. ഇനി എന്താ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം, നിനക്ക് മാത്രം. എന്റെ വലിയ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് വരുത്തിയാ പിന്നെ ഈ കല്യാണി ജീവനോടുണ്ടാവില്ല. ദേവിയത ചെയ്യില്ലെന്ന ഉറപ്പിൽ ഞാൻ ഈ ദൂരെയാണ്. വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാ. അവിടെ നിക്കടി. എന്താടി നിന്റെ പ്രാർത്ഥന ഇതുവരെ കഴിയാത്തത്? കല്യാണ പെണ്ണ് എന്താണാവോ ഇത്ര മനസ്സുരുകി പ്രാർത്ഥിക്കാൻ? നല്ലൊരു ജീവിതമായിരിക്കണേന്ന് അല്ലേ? അല്ല, എല്ലാ കല്യാണ പെണ്ണുങ്ങളും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊക്കെയാ. പക്ഷെ നീ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കിത്തരണേന്നായിരിക്കും. അതിനു വേണ്ടി എന്ത് കഠിന നേർച്ചയും നീ നേരുകയും ചെയ്യും. ഈ കല്യാണം മുടക്കം കൂടാതെ നടക്കണേന്നാ മാഡം ഞാൻ പ്രാർത്ഥിച്ചത്, അല്ലാതെ കല്യാണം മുടങ്ങണമെന്നല്ല. ആര്? നീയോ? നീ ഈ കല്യാണം നല്ല രീതിയിൽ നടത്തി തരണേന്ന് പ്രാർത്ഥിക്കുന്നു. കൊള്ളാം, ഞാനിത് വിശ്വസിക്കണോ അല്ലേ? എടി, നിന്റെ മനസ്സ് നിറയെ ആനന്ദാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്പലത്തിൽ വെച്ച് തന്നെ ഞാൻ ചിലതൊക്കെ കണ്ടതുവാ. എന്താടി ഇപ്പൊ വായില് നാക്കില്ലേ നിനക്ക്? നീ ഒന്നാന്തരം ഒരു പഠിച്ച കള്ളിയാ. ആനന്ദിനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അഖിലാണ്ടേശ്വരിയുടെ പ്രീതി കിട്ടാൻ ചന്ദ്രനുമായിട്ടുള്ള കല്യാണം നടത്തി തരണമെന്ന് നീ ഒരു വരം വാങ്ങിച്ചു. എന്നിട്ടിപ്പോ അതേ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കിത്തരണേന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. സമ്മതിക്കണം നിന്റെ ബുദ്ധി. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണമെന്നുള്ള ചിന്ത മാത്രം എനിക്ക്. ദേവി, ഇത് മാഡം എന്നൊന്ന് വിശ്വസിക്കണം. അയ്യോ വേണ്ട വേണ്ട, മതിയേ, നിർത്ത്. നീ വെറുതെ സീനിട്ട് സെന്റി അടിച്ച് മുഖം വാട്ടണ്ട. ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം.
ഭായ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് എന്റെ ശാദിയാണെന്ന്. ശാദി നിന്റെ ശവസംസ്കാരമാക്കി തരാടാ. വിളിച്ചാ ഫോൺ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ എനിക്ക്. വാ ഇങ്ങോട്ട് കബീർ. വാ. നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? നീ ഫോണിൽ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ആരാ ഇവരൊക്കെ? ആന്റി, ഇവര് മുംബൈയിൽ നിന്ന് വന്നവരാ. കല്യാണിയെ കല്യാണിയെ കാണാനും കല്യാണം കൂടാനും വന്നവരാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ ഇരുത്ത്. ആ, അതിന് വൈകി തിരിച്ചു പോവാൻ പറ. അല്ല പിന്നെ അല്ല, നിന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? ഞങ്ങൾക്കങ്ങനെ പെട്ടെന്ന് തിരികെ പോകാനൊന്നും പറ്റില്ല ബഹൻജി. ഈ ചന്ദ്രൻ ലക്ഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് അഡ്വാൻസ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ അന്വേഷിച്ചു വന്നത്. അഡ്വാൻസോ? എന്തിന്? കല്യാണത്തിനെന്നും പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാണോ നീ വന്നേ? ആന്റി, ഇതല്ല, ഇത് വേറെയാ. ആന്റി ഒന്ന് വന്നേ, ഞാൻ പറയാം. ഭായ് ഒരു മിനിറ്റ്. പെട്ടെന്ന് വേണം. അമ്മ ജൽദി വാപസ് जाना है. ആന്റി വാ. എന്താടാ ഇതെല്ലാം? നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പെട്ടെന്ന് പറ. അതാ ആന്റി, ഞാൻ കല്യാണി വെച്ച് വലിയൊരു പ്ലാൻ ചെയ്തിരിക്കുക. എന്ത് പ്ലാൻ? എടാ, അവളുടെ ജീവിതം മുരടിച്ച് നശിച്ചു പോകാനാണല്ലോ നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കുന്നത്. ഇനി അതിലും വലിയ എന്ത് പ്ലാനാ നിനക്കുള്ളത്? പറയാം. കല്യാണിയെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി തുരത്താനാണല്ലോ ആന്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്റെ പ്ലാൻ അവളെ ഈ രാജ്യത്ത് നിന്ന് തന്നെ കടത്താനാ. നീ എന്തൊക്കെ പിച്ചും പെയ്യോ ഈ പറയുന്നേ? രാജ്യത്ത് നിന്ന് കടത്തുകയെന്ന് വെച്ചാ? പിച്ചും പെയ്യുന്നല്ല ആന്റി, നടക്കാൻ പോകുന്നതായി ചന്ദ്രൻ ഇപ്പം പറയുന്നത്. ഈ വന്നിരിക്കുന്ന കുൽജിത്തിന് പെൺകുട്ടികളെ വിലയ്ക്ക് വാങ്ങി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാ ബിസിനസ്. ചെറിയ തരത്തിലൊരു പെൺവാണിഭം. ആന്റി കല്യാണിയുടെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചപ്പോഴേ ഞാനത് ഇവരെ കാണിച്ച് അഡ്വാൻസും കൈപ്പറ്റിയ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ബ്രോ, അമ്മയുടെ മോക്കം കണ്ടറിയാം ഇത് കല്യാണം നിർത്തിയേക്കുള്ള വരവാണെന്ന്. മിക്കവാറും ഇപ്പൊ അമ്മ ബ്രോയെ വിളിക്കും. ആനന്ദ്, കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ സംഗതി ഒത്തു. ചെല്ല് ചെല്ല് ചെല്ല്. അമ്മേ, നീ എന്താ അവിടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കാത്തത്? എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഈ കല്യാണം മുടക്കാൻ പ്രിയങ്ക പല തന്ത്രങ്ങളും പയറ്റിയെന്ന് വരും. അറിയാലോ നിനക്കവളെ? അറിയാമേ. അപരിചിതരായവരുടെ മേലിൽ എപ്പോഴും ഒരു നോട്ടം വേണം, മനസ്സിലായോ? സുബ്ബണ്ണ, ഇത് സംഗതി കൈവിട്ടു പോയ മട്ട. അമ്മ വാട്സപ്പ് നോക്കിയിട്ടില്ലെന്നാ തോന്നുന്നേ. നീ മൊബൈൽ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയേ. അയ്യോ, ചതിച്ചു. അമ്മ അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഡബിൾ ടിക്ക് വന്നു, പക്ഷെ ബ്ലൂ ടിക്ക് വന്നിട്ടില്ല.
സോറി ബ്രോ, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, എന്നാലും ഈ കല്യാണം മുടക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങളോട് ബ്രോ ക്ഷമിക്കണം. ഏയ്, അതിന്റെ കാര്യമൊന്നുമില്ല. ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത് മുടങ്ങിയിരിക്കും, എനിക്ക് ഉറപ്പാ. ഇത്രയൊക്കെ ആയിട്ട് ഇനി ഈ കല്യാണം മുടങ്ങുമെന്നോ? എങ്ങനെ? നീ എന്താ മച്ചി പറയുന്നേ? ആര് മുടക്കുമെന്ന്? നീ ആളുടെ പേര് പറയും. ആ പ്രിയങ്ക വർമ്മയാണോ? നോ, ഈ കല്യാണം മുടക്കുന്നത് പ്രിയങ്ക വർമ്മയല്ല, കല്യാണി ദാസ. നമ്മുടെ കല്യാണി തന്നെ. നിർത്ത്. താലി കിട്ടാൻ വരട്ടെ. പെൺകുട്ടിയുടെ അച്ഛൻ എവിടെ? ദാസേട്ടൻ. മുഹൂർത്തത്തിന് പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ സ്വന്തം അച്ഛനായ ദാസേട്ടൻ എവിടെയെന്ന്? ശരിയാണല്ലോ, ഈ ദാസ് എവിടെ പോയി? അരവിന്ദ്, ദാസേട്ടനെ കണ്ടുപിടിക്കുക. അയ്യോ ചേച്ചി, അതിനു മുമ്പ് മുഹൂർത്തം തെറ്റാതെ ഈ കെട്ടങ്ങ് നടത്തിയിരുന്നെങ്കിൽ. വേണ്ട, ദാസേട്ടൻ വന്നിട്ട് മിന്നു കെട്ടിയാ മതി. തിരുമേനി, താലി കെട്ടുന്നതിന് 12:30 വരെ സമയമുണ്ടല്ലേ? അതെ മാഡം, സമയം ധാരാളമുണ്ട്. നമുക്കല്പം വെയിറ്റ് ചെയ്യാം. അരവിന്ദ്, സുബ്രു, എന്തു പറ്റി ദാസേട്ടാ? ദാസേട്ടൻ എവിടേക്കാ ഇടയ്ക്ക് ഇറങ്ങിപ്പോയത്? മണ്ഡപത്തിൽ നിന്ന് മാറിയുന്ന ഒരു വശത്ത് നിന്ന് കരയായിരുന്നു അമ്മേ. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. കരയുന്നു? എന്തു പറ്റി ദാസേ? മോളുടെ താലികെട്ട് ഇവിടെ നടക്കുമ്പോ ആരും കാണാതെ പോയിരുന്ന് കരയേണ്ട കാര്യം എന്താ? അതിപ്പോ ചോദിക്കുന്ന എന്തിനാ? അമ്മ പോലും ഇല്ലാതെ വളർത്തിയ കുഞ്ഞിന്റെ താലികെട്ട് നടക്കുന്നതിന്റെ സന്തോഷത്തിൽ വിതുമ്പിപ്പോയതായിരിക്കും പാവം. അല്ലേ ദാസേട്ടാ? അതല്ലേ ശരി? ഇത് മകളുടെ കഴുത്തിൽ താലി ഏറുന്നതിന്റെ സന്തോഷം കൊണ്ടുള്ള കണ്ണീരല്ല. ഈ ജാതകന്റെ കല്യാണം കഴിഞ്ഞതായിട്ടാണല്ലോ കാണുന്നത്. കല്യാണം കഴിഞ്ഞെന്നോ? അതെ മാഡം. മൈ ഗോഡ്,
ഇതറിഞ്ഞിട്ടും ദാസ് എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്ക് സമ്മതമല്ലായിരുന്നു സാർ. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ഓടി വന്ന് കല്യാണിനോട് പറഞ്ഞു. സോറി ബേബി, എനിക്ക് ഈ കല്യാണം നടക്കണം, നടന്നേ പറ്റൂ. കേട്ടുകേൾവിയോ കെട്ടുകഥകളോ അല്ല, ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം മനസ്സിലായിട്ടും എന്റെ മോളെന്തൊന്നും മിണ്ടാത്ത. ഓ, ഒരുപക്ഷെ നീ വല്ലാത്ത ഷോക്കിലാവും അല്ലേ? സാരമില്ല, അച്ഛൻ പോയി എല്ലാ കാര്യങ്ങളും അഖില മേഡത്തിനോടും സാറിനോടും പറഞ്ഞിട്ട് വരാം. ഈ കല്യാണം നമുക്ക് ഇവിടെ നിർത്തിവെക്കണം, ഇപ്പൊ തന്നെ. അച്ഛാ, ആ വേണ്ട, ഈ കല്യാണം നടന്നേ പറ്റൂ. ഇത് മുടങ്ങാൻ പാടില്ല. അത് പ്രശ്നമാവും. ഇല്ല മോളെ, ഒരു പ്രശ്നമില്ല. ഇത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ അനുവദിക്കാൻ പാടില്ലാത്തതാ. ഇങ്ങനെ ഒരുത്തനായിട്ടുള്ള കല്യാണം എന്റെ മോൾക്ക് വേണ്ട, സമ്മതിക്കില്ല ഞാൻ. അച്ഛാ, ഈ കല്യാണം നടത്തി തരണമെന്ന് ഞാൻ അഖില മേഡത്തിനോട് വരം ചോദിച്ചതാ. അച്ഛൻ അറിയാലോ, തൃച്ചംബരത്ത് 35 കൊല്ലങ്ങൾക്ക് ശേഷം നടന്ന സത്യപ്രമാണ വ്രതമാ. തന്ന വരം നിറവേറ്റാനായില്ലെങ്കിൽ പിന്നെ അഖില മേഡം ജീവനോടെ ഉണ്ടാവില്ല. നിന്റെ ജീവനേക്കാൾ വലുതല്ല കല്യാണി എനിക്കെന്റെ വാക്കും വരവും ഒന്നും. നീ എന്താലോചിച്ച കല്യാണി ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്നതെങ്കിൽ മരിക്കുന്നത് വരെ എനിക്കിതൊരു തീരാ ശാപമായി തീർന്നേന്. നീ എന്താ മോളെ അത് ആലോചിക്കാത്തത്? അമ്മേ, അമ്മേ, ഞങ്ങൾ പോയി നോക്കിയപ്പോ മുറി കയ്യും കാലും കെട്ടിയിട്ടിരിക്കുന്നു ഈ കുട്ടീനെ. കെട്ടിയ പെണ്ണിന്റെ വരെ മാനം വിറ്റ് ജീവിക്കുന്നവനാ ഇവൻ. മുംബൈയിലെ 1-ാം തരം പെണ്ണ് കച്ചവടക്കാരൻ, പിമ്പ്. ഇവനെ വെറുതെ വിടരുത് മാഡം. വിട്ടാൽ ഇനിയും ഇവൻ പെൺകുട്ടികളെ നശിപ്പിക്കും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീട്ടിൽ വന്ന് എന്റെ കുഞ്ഞിനോട് നെറുകേട് കാണിച്ചത്? നിനക്ക് ഞാൻ അല്ലെങ്കിൽ വേണ്ട. ആനന്ദ്, അമ്മേ, ഇവനെ അടിച്ച അമ്മയുടെ കൈ നാറും. കൊടുക്കടാ അവന്. ബ്രോ, അവിടെ നിക്ക്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. പ്ലീസ്, ഒരു ചാൻസ്. നമസ്കാരം ഗുരുജി.
നമസ്കാരം ഗുരുജി. നമസ്കാരം. നിങ്ങൾ ആശ്രമത്തിൽ പോയിരുന്നു അല്ലേ? പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാ അറിഞ്ഞത് ഗുരുജി ക്ഷേത്ര ദർശനത്തിന് ഇങ്ങോട്ട് വന്നു. അതെ, ഒരു മഹാ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ നിങ്ങളും. ദേവിയെ വന്നൊന്ന് കാണണമെന്ന് എനിക്കും തോന്നി. അതാ ഇവിടേക്ക് വരുത്തിച്ചത്. അറിഞ്ഞോ അറിയാതെയോ കൈവഴുതി പോകേണ്ടുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം തിരിച്ചു കിട്ടി. അതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഞാൻ പുറത്ത് കാത്തു നിൽക്കാം. ഗുരുജി ഇതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ? ഞങ്ങളെപ്പോലുള്ള ചിലർക്ക് എല്ലാം എല്ലാവരും പറഞ്ഞു തന്നെ അറിയണമെന്നില്ല. ചില അറിവുകൾ സ്വയം ഞങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഞങ്ങളെ ഗുരുജി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ തൊഴുതു വരും, ഞാൻ പുറത്തുണ്ടാവും. മാഡം, അവരെത്തി. ഓ, അകത്തേക്ക് കയറാം ഗുരുജി. കയറാം. അതിനു മുമ്പ് മംഗളകർമ്മം കഴിഞ്ഞ് മടങ്ങുമ്പോ ആരെങ്കിലും ഒരാളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അത് കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. അതിന് മംഗളകർമ്മൊന്നും നടന്നില്ലല്ലോ. എല്ലാം മുടങ്ങിയില്ലേ? ഇനി എന്തോ നാരതി. നടന്നാലും ഇല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല. പുറപ്പെട്ടത് മംഗളകർമ്മത്തിനല്ലേ, അത് മതി. ആരതി ഒഴിയാം. ഞാൻ പോയി ആരതി തട്ട് എടുത്തിട്ട് വരാം. കല്യാണി നിക്ക്. നീ ആരതി എടുക്കണ്ട. നന്ദന ആന്റി, നീ പോയി ആരതി ഒഴിയാനുള്ള തട്ടം എടുത്തിട്ട് വാ. ശരി ആന്റി. സുജാത, വാ. അത് കൊള്ളാം. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കല്യാണം മുടങ്ങി വന്ന കല്യാണിയെ സഹതാപം കൊണ്ട് തലയിലേറ്റി വെക്കുമെന്നാ ഞാൻ കരുതിയത്. അവളുടെ ത്യാഗമൊന്നും അഖിലയുടെ അടുത്ത് ഏറ്റിട്ടില്ല. അതെ അതെ ആന്റി, ഇതിനിടയ്ക്ക് ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. കല്യാണം മുടങ്ങിയതുകൊണ്ടേ ഊണ് കഴിക്കാൻ പറ്റിയില്ലല്ലോ. നല്ല വിശപ്പ്. അകത്തെന്തേലും കാണോ വല്ലതും കഴിക്കാൻ? തട്ടോ ഇങ്ങെടുക്ക്. കല്യാണി, നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഇന്ന് ഈ വീട്ടിൽ ആരതി ഒഴിയേണ്ടത് എന്നെയല്ല, നിന്നെയാണ്. ഞാൻ തന്ന വാക്കും വരവും പാലിക്കാൻ വേണ്ടിയാ നീ നിന്റെ ജീവിതം വരെ മറന്ന് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അധികം വൈകാതെ മൂത്ത മകൻ ആനന്ദകൃഷ്ണന്റെ കല്യാണം നടക്കുമെന്ന് വിശ്വസിക്കാം. ഉടൻ തന്നെ. ഹലോ. ആ ഹലോ കിട്ടിയോളെ. അയ്യോ പല്ലുഞ്ഞ് എന്തൊക്കെയാ വിളിക്കണേ? ആരെങ്കിലും കേട്ടാ അത് മതി വിപ്ലവം നടക്കാൻ. എന്ത് വിപ്ലവം? ചേടാ അത് കൊള്ളാം. ഞാൻ കെട്ടിയ താലി കഴുത്തിലണിഞ്ഞ് നടക്കുന്നവളെ പിന്നെ എനിക്ക് സിസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പോരാത്തതിന്
ഇപ്പൊ അമ്മ നിന്നെ ആരതി ഒഴിഞ്ഞ് നമ്മൾ വലതുകാല് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെയാണ് നീ എന്റെ കെട്ടിയോളായത്. മനസ്സിലായോ? ആ, അതുകൊണ്ട് ഇപ്പൊ എന്റെ പെണ്ണുമ്പിള്ള ഒരു കാര്യം ചെയ്യും. ഒരു നല്ല പുതിന ടീമായിട്ട് എന്റെ റൂമിലേക്ക് കയറുക. നല്ല സ്ട്രോങ് ആയിരിക്കുന്ന സംഭവം കേട്ടല്ലോ. അയ്യോ, ഇപ്പൊ പുതിന ടീ ആയിട്ട് വരാനോ? വല്യുഞ്ഞേ, ആ ഇതാര്? എന്റെ കെട്ടിയോള് പെണ്ണുമ്പിള്ളയല്ലേ? വാ, കേറി വാ, കേറി വാ. ആ, കേറി വാ. ദേവി, ഇത് ഇങ്ങനൊന്നും വിളിക്കില്ല വല്യുഞ്ഞേ. ഇതെങ്ങനെ ആരുടെങ്കിലും ചെവിയിലെത്തിയ തീർന്നുമില്ല. എന്ത് തീരാൻ? അങ്ങനെ സംഭവിച്ചാൽ തീരെയല്ല, അവിടെ തുടങ്ങാനുള്ളൂ നമ്മുടെ ജീവിതം. ടീ എടുത്ത് എന്റെ കെട്ടിയോളെ. കല്യാണി, നീ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. എന്നായാലും നീ എന്റേതാ. അതാ എന്റെ വിശ്വാസം. ഇല്ല വല്യുഞ്ഞേ, അത് വെറും ആഗ്രഹം മാത്രമാണ്. ഇന്നും ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയേ വിധി എല്ലാരെയും മുന്നോട്ട് കൊണ്ടുപോകൂ. ഒരു കാര്യം മാത്രം, ഈ ശരീരം കൊണ്ട് ഞാൻ എവിടേക്ക് യാത്ര പോയാലും ഈ മനസ്സ് എന്റെ വല്യുഞ്ഞിനോടൊപ്പം നിഴൽ പോലെ കൂട്ടിനുണ്ടാവും. അത് മാത്രമേ വല്യുഞ്ഞിനെ ഈ കല്യാണിക്ക് തരാൻ പറ്റൂ. അതൊക്കെ നല്ല കാര്യം. ഒപ്പം എനിക്കൊണ്ടൊരു കാര്യം പറയാം. ഞാൻ ഇനി എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും ഇനി അങ്ങോട്ടുള്ള എന്റെ യാത്രയിൽ എന്റെ കൈയും പിടിച്ച് നീ ഉണ്ടാവും എന്റെ കൂടെ. ഇതെന്റെ തീരുമാനം. ആരെയും തോൽപ്പിക്കാനല്ല, സ്വയം തോൽക്കാതിരിക്കാനുള്ള വാശി. നീ വേണം കൂടെ നിൽക്കാൻ. വേണ്ട, ആരെയും സങ്കടപ്പെടുത്തി നമുക്കൊന്നും നേടണ്ട വല്യുഞ്ഞെ. നമ്മുടെ സങ്കടങ്ങള് നമുക്ക് മാത്രം മനസ്സിലാകുന്ന സങ്കടങ്ങളായി തുടരട്ടെ എന്നേ ഞാൻ പറയൂ. എന്റെ കല്യാണി, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നെ? ജീവിതം സമം സങ്കടം എന്നല്ല, ജീവിതം സമം സന്തോഷം എന്നുകൂടി വല്ലപ്പോഴും നീ ചിന്തിക്കണം. ആ ചിന്തയാ നമ്മുടെ മനസ്സിനൊരു ഉന്മേഷം തരുന്നത്. എന്റെ ദേവി, മാഡം വരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെറുതെ വെറച്ച് ടെൻഷനായിട്ട് കാര്യമില്ല. നീ ആ ബാത്റൂമിലേക്ക് കയറിക്കോ. നീ എന്താ ഒന്നും മിണ്ടാത്ത? അത് പെട്ടെന്ന് അമ്മ വന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ അതാ ഞാനങ്ങനെ. നിന്റെ അവസ്ഥ എനിക്കറിയാം. സാരമില്ല, എല്ലാം ശരിയാവും. ഒരു മിനിറ്റ്, അമ്മ കൈ കഴുകിയിട്ട് വരാം മോനെ. ആ ഫ്രോഡ് മുംബൈക്കാരനായിട്ടുള്ള കല്യാണം മുടക്കിയതിന്റെയാണോ ചേച്ചിയുടെ വിഷമം? എങ്കിൽ നമുക്ക് അയാളെ തിരിച്ചു വിളിക്കാം. പോടാ അവിടുന്ന്. പിന്നെന്താ കുഴപ്പമെന്ന് പറ. അത് വേറൊന്നുമല്ല, ഗുരുജി വന്നിട്ട് വല്യുഞ്ഞിന് കല്യാണ സമയമായെന്ന് പറഞ്ഞു. അപ്പൊ മുതല് അഖിലമ്മയുടെ അവിടെ വല്യുഞ്ഞിന് പെണ്ണന്വേഷിച്ച് തുടങ്ങിയിരിക്കുക. എന്നിട്ട് അഖിലമ്മേടത്തോട് വല്യുഞ്ഞൊന്നും പറഞ്ഞില്ലേ? വല്യുഞ്ഞ് എന്ത് പറയാനാ? വല്യുഞ്ഞിന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. വെരി ഗുഡ്. പിന്നെന്തിനാ ചേച്ചി വിഷമിക്കുന്നത്? അതെ എനിക്ക് മനസ്സിലാവത്തെ. അതല്ല അനിയൻകുട്ട, അഖില മാഡത്തിനെ ധിക്കരിച്ച് ഞാൻ ഒരു കാലത്ത് ഒന്നും ചെയ്യില്ല. പക്ഷേ എനിക്ക് വല്യുഞ്ഞില്ലാത്തൊരു ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട്